ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് നിൽക്കുന്നത് ടവർ ഹില്ലിലാണ്. ടവർ ഹിൽ എന്ന് പറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്കറിയാം, ചരിത്രങ്ങൾ ഏറെയുള്ള ഒരു സ്ഥലമാണ് ടവർ ഹില്ല്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോയിലോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതേ വീഡിയോസിന് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടുന്നുണ്ട്, ഫുഡിലീനൂസ് ബ്ലോഗ്സിലാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് എൻ്റെ പേജ് ഫോളോ ചെയ്ത് കാണാം. അപ്പോൾ എന്തായാലും വീഡിയോസിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, ഈ പ്രതിമ കണ്ട, ഇതാണ് പ്രശസ്തനായ ഒരു വ്യക്തിയാണ്, റോമൻ ഭരണകാലത്തിന്റെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് എംപയർ ട്രാജൻ. ഇദ്ദേഹത്തിന്റെ പ്രതിമ ഇവിടെ വരാൻ കാരണം, അതായത് ബ്രിട്ടനും റോമനും തമ്മിലുള്ള ബന്ധത്തിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രതിമയായിട്ടാണ് ഇന്നും ടവർ ഹില്ലിൽ ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, ആണ് വെൽക്കം ടു ദ ടവർ ഓഫ് ലണ്ടൻ. ലെറ്റ്സ് ഗോ. അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് രണ്ട് സൈഡും വന്നിരിക്കുന്നത് അല്ലെ. ടവർ ഹില്ലിന്റെ അടുത്തായിട്ട് ഇത് കാണുന്നുണ്ട, ഈ ഫോർട്ട്. ഇത് ലണ്ടനിലെ പ്രശസ്തമായ ഒരു കോട്ടയാണ്. ഫീസ് ഉണ്ട്, എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. എൻട്രി ഫീസ് കൊടുത്തു കഴിഞ്ഞിരുന്നാൽ നമുക്ക് ഇതിലോട്ട് കയറാം. ഗൈസ്, ഈ ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ അറിയാം, ചരിത്രങ്ങൾ ഏറെയുള്ള ഒരു ബിൽഡിംഗ് ആണ്. അത് ഇന്നും നിലനിർത്തിയിരിക്കുന്ന രീതി ഉണ്ടാ, അതേ പ്രൗഢിയോട് കൂടിയാണ് ഇന്നും ഈ ബിൽഡിംഗ് നിലനിർത്തിയിരിക്കുന്നത്. ഇതാണ് ടവർ മില്ലേനിയം പിയർ. ഇവിടെ കണ്ട പല പ്രൈവറ്റ് കമ്പനികളുടെ ബോട്ട് സർവീസ് ആണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് രാവിലെ വന്നാൽ തന്നെ ഒരു ബോട്ട് സർവീസ് കാര്യങ്ങളും നമുക്ക് നടത്തണമെങ്കിൽ ഇങ്ങോട്ട് വരാം. തേംസ് നദിയിലെ കാഴ്ചകളും ബോട്ട് സർവീസും കണ്ട് ഞാൻ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. എൻ്റെ ഈ സൈഡിൽ കാണുന്നുണ്ടാ, ഇത് ഫുള്ള് ടൂറിസ്റ്റുകളാണ്. പല രാജ്യത്ത് നിന്ന് വന്ന് നമ്മളുടെ ലണ്ടൻ എന്താണെന്നും ലണ്ടന്റെ കാഴ്ചകളും കണ്ട് ലണ്ടന്റെ തനത് ഫുഡും കഴിച്ച് അവരുടെ ലൈഫ് അങ്ങ് ആഘോഷിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ലണ്ടനിൽ തന്നെ വീക്കെൻഡ്, അതായത് ഫ്രൈഡേ, സാറ്റർഡേ എന്ന് പറയുമ്പോൾ തന്നെ ആഘോഷിക്കാൻ പറ്റിയ ഒരു ദിവസമാണ്. അതായത് ഫ്രൈഡേ ഒരു 3 മണി ആകുമ്പോൾ തന്നെ ഇവരുടെ വർക്കൊക്കെ അങ്ങ് തീർത്തിട്ട് അവരുടെ ലൈഫ് അങ്ങ് ആഘോഷിക്കുകയാണ്. ഏതെങ്കിലും പബ്ബിലോ റെസ്റ്റോറൻറ്റുകളിലോ കമിതാക്കളായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഫാമിലീസ്, ഫ്രണ്ട്സ് ആയിട്ട് ലൈഫ് അങ്ങ് ആഘോഷിക്കുകയാണ്. അത് കാണുന്നണ്ട, ഇതാണ് ടവർ ബ്രിഡ്ജ്. ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്, പക്ഷെ ഇത് ലണ്ടൻ ബ്രിഡ്ജ് അല്ല, ഇത് ടവർ ബ്രിഡ്ജ് ആണ് കേട്ടോ. പിന്നെ ഈ ലണ്ടൻ ബ്രിഡ്ജിന്റെ താഴെ കൂടെ ഒഴുകുന്ന നദി കണ്ട, ഇതാണ് തേംസ് റിവർ. ജസ്റ്റ് ഒന്ന് ഇറങ്ങാം കേട്ടോ. മോനെ പൊളി. ഗായ്സ്, ഞാൻ ഇപ്പൊ നടക്കുന്നത് ലണ്ടൻ ബ്രിഡ്ജിലൂടെയാണ്. നല്ല തണുപ്പുണ്ട്, പിന്നെ ടൂറിസ്റ്റുകൾ കുറവാണ് കേട്ടോ. ലണ്ടൻ ബ്രിഡ്ജ് മോണ്യുമെന്റ്, ഓൾഗേറ്റ്, ലിവർപൂൾ സ്ട്രീറ്റ് ആണ്. അവിടെ നിന്ന് നേരെ ഈ കാണുന്നുണ്ടാ ആ ബ്രിഡ്ജിന് നേരെ താഴോട്ട് പോകുമ്പോൾ ബോറോ മാർക്കറ്റ് ആണ്. അവിടെ നിന്ന് നേരെ അണ്ടർഗ്രൗണ്ട് ബോർഡൊക്കെ കാണുന്നുണ്ടോ, അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ ആണ്. അതാണ് ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷൻ. ഗൈസ്, ഇത് കണ്ട, ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷൻ. ഇത് നമ്മൾ വന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, കറങ്ങിയാണ് വന്നത്. ഞങ്ങള് നേരെ കറങ്ങി തിരിച്ച് ടവർ ഹിൽ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. എടാ, ഇവിടെ നേരെ പോയാലേ ടവർ ഹില്ലിലോട്ട് പോവാം. ഇങ്ങനെ നേരെ റൈറ്റിലോട്ട് പോയാ എനിക്കറിയില്ല. വാ പോവാ.